നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ നിങ്ങളുടെ ശമ്പളത്തിനൊപ്പം മറ്റ് എന്തെങ്കിലും ഒരു ബിസിനസ് വരുമാനങ്ങളും കൂടി ഉണ്ട് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ITR 1 എന്നുള്ളൊരു ഫോം സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ശമ്പളത്തിന് പുറമെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇൻഷുറൻസ് ഏജൻസി കമ്മീഷനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഏജൻസി കമ്മീഷൻ, നിങ്ങളൊരു ഷെയർ ബ്രോക്കറുടെ കയ്യിൽ നിന്ന് ചെറിയൊരു വരുമാനം ലഭിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളൊരു ടീച്ചറാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പേപ്പർ വാല്യുവേഷനായിട്ട് നിങ്ങൾക്ക് കുറച്ച് പൈസ ലഭിക്കുന്നുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ബോർഡിൽ നിന്നോ പൈസ ലഭിക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ഒരു TDS പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ പേപ്പർ വാല്യുവേഷൻ്റെ കേസിൽ പലപ്പോഴും TDS പിടിക്കുന്നത് 194J എന്നുള്ളൊരു സെക്ഷനിലായിരിക്കും. അല്ലെങ്കിൽ മറ്റ് കമ്മീഷൻ വരുമാനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് 194H അല്ലെങ്കിൽ മറ്റ് സെക്ഷനുകളിലായിരിക്കും ചിലപ്പോൾ കമ്മീഷൻ പിടിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇതുപോലെ TDS പിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ മറ്റ് ബിസിനസ് വരുമാനങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ITR 1 എന്നുള്ളൊരു ഫോം ഫയൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ITR 1 ഫോം ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്യൂട്ടബിളി നിങ്ങൾക്ക് ITR 3 അല്ലെങ്കിൽ ITR 4 എന്നുള്ളൊരു ഫോം സെലക്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സ് മിസ് ആവാതെ ലഭിക്കാനായിട്ട് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്.